ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉച്ചയ്ക്കുള്ള ചോറിനുള്ള കറികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ ഇട്ടിട്ടുണ്ടായതാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് പൊട്ടിച്ച് അത് ഉപ്പേരി ഉണ്ടാക്കാൻ കരുതി. പിന്നെ മീൻ കൊടുത്തിട്ടുണ്ട്, മീനൊക്കെ നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുവപ്പ് പയറും ഉണ്ടായിരുന്നു, പച്ച പയറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ കുറച്ച് സവോളൊക്കെ നുറുക്കിയിട്ട് പിന്നെ കടുകിട്ട് പൊട്ടിച്ചതിലേക്ക് ഉപ്പേരി ഇട്ടു കേട്ടോ. എന്നിട്ട് നല്ല വെള്ളം അധികം ഒഴിക്കാതെ അങ്ങോട്ട് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് മസാല ആക്കി വയ്ക്കണം. അപ്പോൾ മത്തിയാട്ടോ കിട്ടിയിരുന്നത്. അപ്പോൾ കുറച്ച് കറിയും കൂടി വെക്കാൻ വേണ്ടിയിട്ടോ. ഉപ്പേരി അടുപ്പത്ത് വെച്ച ശേഷം ഞാൻ മീനിലേക്ക് മസാലയൊക്കെ കൂട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മീനിൽ മസാല കൂട്ടുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളിയും പെരിഞ്ചീരകം അതേപോലെ എന്താ പറയുക വെളുത്തുള്ളി കൂടി നല്ലതുപോലെ ചതച്ചെടുക്കും കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇടും, എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയ്ക്കും കുറച്ച് ഉപ്പ് ഇടും കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കും. എന്നിട്ട് മഞ്ഞപ്പൊടിയും മുളകും പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കിട്ടും. എന്നിട്ട് നല്ല അങ്ങോട്ട് കുഴച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ ഉപ്പേരി വെന്ത് കഴിഞ്ഞ ശേഷം നമുക്ക് മീൻ വറുക്കാനായിട്ട്. അപ്പോൾ അതുവരെ എന്താ പറയുക ഉപ്പേരി വേവോളം മീനിൽ മസാല പിടിക്കുള്ളൂ. അപ്പോൾ അത് കാരണം നേരത്തെ തന്നെ മീനിൽ മസാല ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഉപ്പേരി വാങ്ങി വെച്ച് ചട്ടി കഴുകി ഇനി എന്താ പറയുക മീൻ വറുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ മീൻ എന്താ പറയുക അടുപ്പത്ത് വെച്ച് ഒരു ഭാഗം ഒന്നും കരിഞ്ഞിട്ടു, കാരണം തീയൊന്ന് കൂട്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ മറന്നു. അപ്പോൾ ഒന്ന് ഒരു സൈഡ് ഇങ്ങനെ കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, എന്താ പറയുക, എന്നാലും നല്ലോണം കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മീൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, മുളക് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ തേങ്ങ അരച്ച കറിയോ അതേപോലെ കറി അങ്ങനെ ഇഷ്ടമല്ല. പിന്നെ മല്ലി അരച്ച കറി എപ്പോഴേലൊക്കെ ഒന്ന് ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ഞാൻ മുളകിട്ട് കറി വെക്കാമെന്ന് കരുതി. പിന്നെ തോന്നി വേണ്ട, എന്തെങ്കിലുമൊക്കെ രാവിലെ ചായയുടെ കടി നൂൽപ്പുട്ടോ ദോശയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ മീൻ കറി ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനത്തേക്ക് കൂട്ടാൻ. അപ്പോൾ ഞാൻ കരുതുന്ന മല്ലി വറുത്തരച്ചിട്ട് വെക്കാനായിട്ട്. അപ്പോൾ മല്ലിപ്പൊടിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നല്ലതുപോലെ എണ്ണയിൽ വഴറ്റിയിട്ട് അതിലേക്ക് ഞാൻ എന്താ പറയുക മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് മുളക് പൊടി ഇട്ടോ. അത് നല്ലതുപോലെ മൂപ്പിച്ചാൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, കറിക്ക് പരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ അതിലേക്ക് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും അതേപോലെ ഇഞ്ചിയും ചതച്ചത് ഒക്കെ പാടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് പുളിയും കേട്ടോ. അപ്പോൾ നല്ല വെന്ത് വന്ന ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് പറഞ്ഞു വെക്കട്ടോ. അപ്പോൾ തക്കാളി വെന്തിട്ടില്ല, അപ്പോൾ കുറച്ചും കൂടി വേവാണ്ട്. അപ്പോൾ അത് വെന്തതിന് ശേഷം നമുക്കത് പിന്നെ അരവ് പാരാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ പച്ച കടിക്കും. തക്കാളി അത് ചെറിയ ഉള്ളിയൊക്കെ പച്ച കടിക്കും കേട്ടോ. അപ്പോൾ എന്താ പറയുക, അത് നല്ലതുപോലെ ഒന്നും കൂടി വേവട്ടെ കേട്ടോ. വെന്ത് കഴിഞ്ഞ ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് അരവ് കൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് മത്തിയെ എടുത്തിട്ടുള്ളൂ കേട്ടോ. കറിയത്തെ മത്തി അങ്ങനെ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല, പിന്നെ മക്കളും കഴിക്കില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കറിക്കുള്ള മത്തി എടുത്തുള്ളൂ, ബാക്കിയുള്ളതൊക്കെ വർക്ക് ചെയ്ത് വറക്കുകയാണെങ്കിൽ ഇവിടെ നല്ല ചിലവാട്ടോ. കറി വയ്ക്കുമ്പോൾ അതിൽ നിന്ന് ആരും അങ്ങനെ എടുത്ത് കഴിക്കില്ല. ഏട്ടനും അതേപോലെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അവർ കഴിക്കും കേട്ടോ. ചോറും കറികളൊക്കെ റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ആദ്യം കഴിച്ചിട്ട്, കാരണം അമ്പാടീനെ ഞാൻ ഉറക്കാൻ വേണ്ടി പോയപ്പോഴേക്കും അമ്മ ചോറ് കഴിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്കിട്ടോ കഴിക്കാൻ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. അപ്പോൾ ചോറുണ്ടായിരുന്നു, ചോറ് കഴിച്ചിട്ടോ. അപ്പോൾ ഇനി ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ ചോറ് വിളമ്പിയാക്കി, കറി എടുത്തു, പിന്നെ ഉപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ മീൻ വറുത്തതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ അമ്പാടിക്ക് ചോറ് കൊടുത്ത് അമ്പാടീനെ ഉറക്കിയിട്ടാണ് പിന്നെ എനിക്ക് ചോറിനാണ് പറ്റിയിട്ട്, കാരണം അല്ലെങ്കിൽ അമ്പാടി എന്നെ തിന്നാൻ സമ്മതിക്കുകയില്ല. അപ്പോൾ കുറുമ്പ് പിടിച്ച് കഴിയും. ഓന് ആ സമയമാകുമ്പോൾ ഓന് ഭയങ്കര കുറുമ്പാണ്, ഉറങ്ങുന്ന സമയമാകുമ്പോൾ. അപ്പോൾ ഓനെ ഉറക്കി കഴിഞ്ഞിട്ട് ചോറിനാന്ന് എഴുതിയിട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കട്ടോ, അല്ലെങ്കിൽ അമ്മ ഉണ്ടാകുമ്പോൾ ഒരാളുണ്ടായിരുന്നു ചോറിന്. ഇപ്പോൾ അമ്മ നേരത്തെ ചോറിനു ഞങ്ങൾ ഒരുമിച്ച ചോറിന് വരാണ്. അമ്പാടീനെ ഉറക്കാൻ പോയപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞു അമ്മയോട് പോയി ചോറിനോളാൻ പറഞ്ഞിട്ടോ. അപ്പോൾ അതാ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചോറിന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.